നിലമ്പൂർ കൗണ്ട് ഡൗൺ വീഡിയോയിൽ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തവണ 1000-ൽ താഴെ വോട്ടിന്, നിസ്സാര വോട്ടിന് എം സ്വരാജ് കെ ബാബുവിനോട് പരാജയപ്പെട്ടപ്പോൾ നമ്മൾ ഒട്ടേറെ പേര് ദുഃഖിച്ചു. കാരണം അതിനു മുമ്പ് ജയിച്ച ആള് രണ്ടാം തവണ കെ ബാബുവിനോട് ജയിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു MLA രണ്ടാം തവണ അതേ ബാബുവിനോട് പരാജയപ്പെട്ടു നിസ്സാര വോട്ടിന്. ആ തോൽവി കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിലെ ഒരു വലിയ തോൽവിയായിരുന്നു, എം സ്വരാജിനുണ്ടായ തോൽവി. അതായത് 5 വർഷം ഒരു മണ്ഡലത്തിനെ നേഴ്സ് ചെയ്ത് നന്നായിട്ട് പരിപാലിച്ചു കൊണ്ടുവന്ന ഒരു MLA ആയിരുന്നു എം സ്വരാജ്. ആ സ്വരാജിനെയാണ് 2016 ജയിച്ച സ്വരാജിനെ, ബാബുവിനെ തന്നെ തോൽപ്പിച്ച്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ തോൽപ്പിച്ച്, മന്ത്രിയൊക്കെ ആയിരുന്ന ബാബുവിനെ തോൽപ്പിച്ച് ജയിച്ചു വന്ന എം സ്വരാജിനെ 2021 ബാബു തന്നെ പരാജയപ്പെടുത്തും നിസ്സാര വോട്ടിന്. അന്ന് അവിടെ ബാബുവിന് വോട്ട് ചെയ്ത 2 വോട്ടർമാർ, ഒന്ന് ജയശങ്കർ വക്കീൽ, അറിയാമല്ലോ, ചങ്കരൻ വക്കീൽ എന്ന് പറയുന്നത് ജയശങ്കർ വക്കീൽ, എപ്പോഴും എവിടെയും വന്നിരുന്ന് ചാനൽ ചർച്ചയിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും വന്നിരുന്ന് ഇടതുപക്ഷത്തെ പിണറായി വിരോധം കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുന്ന ഒരാളാണ് ശങ്കരൻ വക്കീൽ. ആ ശങ്കരൻ വക്കീലിന്റെ ഒരു കാര്യം ഇവിടെ പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല നിലമ്പൂരിനെ സംബന്ധിച്ച്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞ ഒരു കാര്യം, അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും കണ്ടു കാണും. അദ്ദേഹം പറയുന്നത് കെ ബാബുവിനോട് എം സ്വരാജ് രണ്ടാം തവണ തോറ്റുപോയത് എന്തുകൊണ്ട്, ആദ്യം ജയിച്ചു തോറ്റുപോയത്, അതൊരു വലിയ ദുരന്തമായി പോയി എന്നാണ് ഇപ്പോൾ ശങ്കരൻ വക്കീൽ വിലപിക്കുന്നത്. അന്ന് ശങ്കരൻ വക്കീൽ അവിടെ വോട്ടറാണെന്ന് തോന്നുന്നു, ബാബുവിന് വോട്ട് കൊടുത്ത ആളായിരിക്കാം. ഇപ്പൊ അദ്ദേഹം പറയുന്നു, പൊട്ടിപ്പൊളിഞ്ഞ് നല്ല റോഡുകളൊന്നും ഇല്ലാതെ കിടന്നിരുന്ന തൃപ്പൂണിത്തുറയെ 25 വർഷത്തിലധികം അവിടെ MLA ആയിരുന്ന, 4 നൂറ്റാണ്ടിലധികം അവിടെ MLA ആയിരുന്ന കെ ബാബു ഒന്നും ചെയ്തില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, നരകയാതന അനുഭവിക്കുന്ന എറണാകുളം നഗരത്തിന്റെ, കൊച്ചി നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ, തൃപ്പൂണിത്തുറ മണ്ഡലം, വൈറ്റില വരെ വരുന്ന മണ്ഡലം, ഒരു വികസനവും കണ്ടിട്ടില്ലാത്ത, മന്ത്രിയായിട്ട് അങ്ങേരൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെയാണ് സ്വരാജ് 2016 ജയിച്ചു വരുന്നത്. 5 കൊല്ലം കൊണ്ട് മണ്ഡലത്തിലെ റോഡുകളെല്ലാം നന്നാക്കി, സ്കൂളുകൾ നന്നാക്കി, ആശുപത്രികൾ മികച്ചതായി, സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളായി, അവിടെ വലിയ വികസനം നടന്നു എന്നാണ് ജയശങ്കർ വക്കീൽ സാക്ഷ്യപ്പെടുത്തുന്നത്, CPM-കാരല്ല. അത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള സ്വരാജിനെ എങ്ങനെ ബാബു പരാജയപ്പെടുത്തി? അതൊരു ദുരന്തമായി പോയി. അതിന് പറഞ്ഞ കാരണം, ജയശങ്കർ വക്കീൽ പറയുന്ന കാരണം എന്താണ്? ഏത് വീട്ടിൽ കല്യാണം നടന്നാലും മരണമുണ്ടായാലും കെ ബാബു അവിടെ ഓടിയെത്തും. സ്വരാജിന് പലപ്പോഴും അങ്ങനെ ഓടിയെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വരാജ് നിയമസഭാംഗത്തെ MLA സ്ഥാനത്തെ അംഗത്വം കണ്ടത് ഒരു MLA ജനങ്ങൾ ജയിപ്പിക്കുന്ന നിയമനിർമ്മാണം മര്യാദയ്ക്ക് നടത്താനും, നിയമസഭയിൽ അതിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ അവതരിപ്പിക്കാനും, മണ്ഡലത്തിലെ കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ച് നേടിയെടുക്കാനും പ്രധാന നിയമനിർമ്മാണമാണ്. അതിൽ വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധിയെന്ന നിലയിൽ സ്വരാജ് പ്രവർത്തിച്ചു. അപ്പോൾ സ്വരാജിന് ചില കല്യാണ ചടങ്ങിനോ മരണാനന്തര ചടങ്ങിനോ ഒക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ നാട്ടുകാർക്ക് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കല്യാണം, മരണം, അത് നോക്കി ഓടിയെത്തുന്ന ഒരു MLA മതി. അങ്ങനെ ഇത് ജയശങ്കർ വക്കീലിന്റെ കോട്ടല്ല, ഞങ്ങളുടെ കോട്ടാണ്. ലെഫ്റ്റ് വോയിസിന് തൃപ്പൂണിത്തുറ പോയി ജനങ്ങളോട് ചോദിച്ചാൽ ഒരു വിളിപ്പേര് കെ ബാബുവിനുണ്ട്. ആ വിളിപ്പേര് എന്താന്ന് വെച്ചാൽ കല്യാണം ബാബു എന്നാണ്. കെ ബാബുവാണ് ലെൻഷന്. അത് വിപുലീകരിച്ച് നാട്ടുകാർ തന്നെ ഇട്ട പേരാണ് കല്യാണം ബാബു. പറഞ്ഞതിന്റെ അർത്ഥം, എവിടെ കല്യാണമുണ്ടോ അവിടെ ബാബു ഉണ്ട്, ബാബു എവിടെയുണ്ടോ അവിടെ കല്യാണമുണ്ട്, എവിടെ മരണമുണ്ടോ അവിടെ ബാബു ഉണ്ട്, ബാബു എവിടെയുണ്ടോ അവിടെ മരണമുണ്ട് എന്നൊരു ഇക്വേഷൻ അവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന MLA ആണെന്ന് ധരിപ്പിച്ചിട്ടാണ് രണ്ടാം തവണ വീണ്ടും ജയിക്കുന്നത്. അപ്പൊ MLA-മാർക്ക് ഇത് മതി, കല്യാണം മരണം, കല്യാണം മരണം, അവിടെ MLA വേണം, ഇവിടെ MLA വേണം, ഇവിടെ MLA വേണം, അവിടെ MLA വേണം. ഇതാണ് വിഷയം. അതുകൊണ്ട് തൃപ്പൂണിത്തുറക്കാര് വിവരമില്ലാതെ വോട്ടർമാര് സ്വരാജിനെ തോൽപ്പിച്ചു. നിങ്ങൾക്ക് നിലമ്പൂരിൽ ഒരു അവസരം കിട്ടുകയാണ്. ഞങ്ങൾക്കിപ്പോൾ കുറ്റബോധമുണ്ട്. ജയശങ്കർ വക്കീൽ കരയുകയാണ്, ഞങ്ങൾക്കിപ്പോൾ കുറ്റബോധമുണ്ട്. ദയവേത് നിങ്ങളൊരു വോട്ട് കൊടുത്ത് സ്വരാജിനെ ജയിപ്പിക്കുക. ഞങ്ങൾ ചെയ്തൊരു തെറ്റിന് ഒരു പരിഹാരമാവട്ടെ. എങ്ങനെയുണ്ട് ജയശങ്കർ വക്കീൽ? ഇപ്പം എങ്ങനെയായി? ഇനി മറ്റൊരാൾ, നമ്മുടെ നടൻ ഇബ്രാഹിം കുട്ടി, സാക്ഷാൽ മമ്മൂട്ടിയുടെ ഇളയ സഹോദരൻ. അദ്ദേഹവും തൃപ്പൂണിത്തുറയിലെ വോട്ടറാണ്. അദ്ദേഹം ഇപ്പം നിലമ്പൂർ നേരിട്ട് വന്നിട്ട് സ്വരാജിന് വേണ്ടി കാമ്പയിൻ നടത്തുകയാണ്. അദ്ദേഹം പശ്ചാത്താപ വിവശനായിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ?
എനിക്കൊരു തെറ്റ് പറ്റി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ ഞാൻ എൻ്റെ തെറ്റായ ചിന്ത കൊണ്ട് ഞാൻ കെ ബാബുവിന് വോട്ട് കൊടുത്തു പോയി. അന്ന് ഞാൻ ചെയ്ത തെറ്റ് പരിഹരിക്കാൻ എനിക്കൊരു അവസരം തിരിച്ചവിടെ കിട്ടിയില്ല. സ്വരാജ് ഇവിടെ നിലമ്പൂരിൽ മത്സരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന വോട്ടർമാരോട് എനിക്കൊരു തെറ്റ് പറ്റി, നിങ്ങൾക്ക് തിരുത്താൻ ഇവിടെ ഒരു അവസരമുണ്ട്, നിങ്ങൾ സ്വരാജിനെ ജയിപ്പിക്കണം എന്ന് ഇബ്രാഹിം കുട്ടി മമ്മൂട്ടിയുടെ സഹോദരൻ പറയുകയാണ്. അപ്പോ ഈ രണ്ട് പേരുടെ, ഒന്ന് നിരന്തര വിമർശകനായ ജയശങ്കർ വക്കീലിന്റെ അപ്പോഴത്തെ അഭിപ്രായം സ്വരാജിനെ കുറിച്ച്, അതുപോലെ തൃപ്പൂണിത്തുറയിലെ വോട്ടറായ ഇബ്രാഹിം കുട്ടിയുടെ അഭിപ്രായം സ്വരാജിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ നാനാ കോണുകളിൽ നിന്നും സ്വരാജിന് അനുകൂലമായ ഒരു വേവ്, ഒരു തിര, ഒരു മുന്നേറ്റം വരുന്നുണ്ട്. പക്ഷേ അത് നിലമ്പൂരിലെ വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ടോ, അവർ എങ്ങനെ വോട്ട് ചെയ്യും എന്നതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ ഈ പറയുന്ന ഈ ലൈം ലൈറ്റിലൊന്നും കാണുന്നില്ല കുറെ ദിവസങ്ങളായിട്ട്. കാണുന്നത് ആരെയൊക്കെയാണ്? ഷാഫി മാങ്കൂട്ടം, ഷാഫി മാങ്കൂട്ടം. റീലുകളുടെ പ്രളയമാണ്. ഇപ്പൊ റീൽ ഷാഫി എന്നും റീൽ മാങ്കൂട്ടം എന്നും വിളിക്കേണ്ടുന്ന അവസ്ഥയാണ്. ആര്യാടൻ ഷൗക്കത്തിന് റീലുകൾ കാണുന്നേയില്ല, ഷൗക്കത്തിന്റെ റീലുകളില്ല. ഷോമനായിട്ട് മാറിയിരിക്കുന്നത് രണ്ടുപേരാണ്, രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും. നെടുക നടന്ന റീലെടുക്കുകയാണ്. എന്തേ ഷൗക്കത്ത് ഇതിലൊന്നും വരാത്തത്? അപ്പൊ ഷൗക്കത്തിന്റെ പേരും പറഞ്ഞ് അവിടെ വിലസുന്നത് ഈ രണ്ടുപേരാണ് സോഷ്യൽ മീഡിയയിൽ. ആരൊക്കെ? ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. അപ്പൊ ഇവന്മാരെ അങ്ങനെ അങ്ങ് വിട്ടാൻ പറ്റില്ലല്ലോ. പയ്യന്മാര് ചെക്കന്മാര് ഇവന്മാര് കയറി കളിക്കുകയാണല്ലോ, നിരങ്ങുകയാണല്ലോ എന്ന് തോന്നിയപ്പോ VD സതീശന്റെ റീലിടാൻ തുടങ്ങി. VD സതീശൻ എന്നാ പിന്നെ റീല് ഞാൻ എടുക്കാൻ പോകുന്നു പറഞ്ഞ് മുണ്ടൂർ, അവിടെ ആദിവാസി ഊരിലേക്കുള്ള മുണ്ടൂർ പാലം, തകർന്നുപോയ പാലം അവിടെ പിണറായി സർക്കാർ പുതുക്കി പണിയുന്നുണ്ട്. അവിടെ വല്ലതും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ, പണി മുടങ്ങിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പുള്ളി റീലെടുക്കാൻ അങ്ങോട്ട് പോയി ക്യാമറയുമായിട്ട്. അവിടെ ചെന്നപ്പം ഈ കുത്തിത്തിരിപ്പിന് ഒപ്പൊന്നുമില്ല. പാലം പണി വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുണ്ടൂർ പാലത്തിന്റെ പണി. അപ്പൊ റീലിന് വലിയ സ്കോപ്പില്ല. പക്ഷേ മറ്റൊരു മണത്തരും ഞാര് ചെക്കന്മാര് ഷാഫിയും മാങ്കൂട്ടവും, ചേട്ടൻ അങ്ങോട്ട് വിട്ടിരിക്കുകയല്ലേ റീൽ, അതാ നമ്മളത് വിടാൻ പാടില്ല, നമ്മളും പോണം. പിന്നാലെ സതീശൻ രംഗത്തു നിന്ന് നിഷ്ക്രമിച്ചു കഴിഞ്ഞ് പിന്നാലെ ഷാവി പോയില്ല, മാങ്കൂട്ടം ക്യാമറ ടീമുമായിട്ട് നേരെ മുണ്ടൂർ പാലത്തിന്റെ സൈറ്റിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആദിവാസികൾ എല്ലാവരുമായിട്ട് ഒരു 10-25 അവിടെ കൂടിയിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ പടം എടുക്കുന്നതെന്ന് ചോദിച്ചു. വീഡിയോ നിങ്ങൾക്ക് എന്താ ഉദ്ദേശം? അവരെതിർത്തു, പോയി വേറെ പണി നോക്കാൻ പറഞ്ഞു. അവിടെയും മാങ്കൂട്ടൻ ചമ്മി. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ട്. റീലെടുക്കാൻ പോയതാണ്. ഇപ്പൊ റീല് അതുകൊണ്ട് കളിക്കുകയാണ്. പക്ഷെ റിയൽ വേറൊന്നുണ്ട്. ഈ റീലിനപ്പുറത്ത് ഒരു റിയലുണ്ട്. ആ റിയലാണ് ജയശങ്കർ വക്കീലും ഇബ്രാഹിം കുട്ടിയും അങ്ങനെ പലരും പറയുന്നത്. അത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിലമ്പൂരിൽ ഒരു മാറ്റം സംഭവിക്കും, ഒരു അട്ടിമറി നടക്കും. ഇല്ലെങ്കിൽ നിലമ്പൂരുകാർക്ക്, തൃപ്പൂണിത്തുറക്കാർക്ക് വിവരം നഷ്ടപ്പെട്ടതുപോലെ, വിവേകം നഷ്ടപ്പെട്ടതുപോലെ നിലമ്പൂരുകാർക്കും വിവരവും വിവേകവും നഷ്ടപ്പെട്ടു എന്ന് പിന്നീട് പരിതപിക്കേണ്ടി വരും. ഇപ്പം ജയശങ്കർ വക്കീൽ ഇബ്രാഹിം കുട്ടിയും പരിതപിച്ച പോലെ നാളെ നിലമ്പൂരുകാർക്ക് പരിതപിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അത് അവർ ചിന്തിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാന കാര്യം. ഈ കല്യാണ ബാബുവിന്റെ ഒരു കഥ പറഞ്ഞ് ഇതങ്ങ് തീർക്കുക. കഥയല്ല, ചുരുക്കി പറയാം. എന്നോട് തൃപ്പൂണിത്തുറയിലെ തന്നെ ഒരാൾ ഒരിക്കൽ പറഞ്ഞതാണ്, കൊച്ചിയിൽ വെച്ച് ഇങ്ങനെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഈ കല്യാണം ബാബു എന്ന പേര് വന്ന കാര്യം. അപ്പോ അദ്ദേഹം തിരക്കിട്ടിങ്ങനെ ഓടി നടക്കുകയാണ്. MLA മന്ത്രിയായ സമയമാണ്. അപ്പോൾ മണ്ഡലത്തിലെ ഒരു വോട്ടറുടെ മകളുടെ കല്യാണമാണ്, മകന്റെ കല്യാണം, മകനോ. രാത്രി 11 മണിയായി. അപ്പോഴാണ് പുള്ളി ഓടി എത്തുന്നത്. കല്യാണം നടന്ന വീട്ടിൽ പോകാൻ പറ്റിയില്ല, സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പൊ 10:11 മണിയൊക്കെ ആവും, 10 കഴിയുന്നു. അപ്പം പിന്നെ കൂടെയുള്ള ഡ്രൈവർ ചോദിച്ചു, സാറേ ഇന്നിന് രാത്രി അവിടെ പോകണോ, ഇത്രയും വൈകിയല്ലോ? അല്ലല്ല, നമ്മൾ ഇന്ന് പോയേ പറ്റും, നാളെ എനിക്ക് സമയം കിട്ടുന്നില്ല. അവിടെ കാർ ഓടിച്ച് അവിടെ കല്യാണ വീട്ടിലെത്തി. രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞു. എത്തി മുട്ടി വിളിച്ചപ്പം വരനും വധുവും മണിയറയിലാണ്. ആദ്യ രാത്രിയാണ്. ശല്യം സഹിക്കാൻ വയ്യല്ലോ. പോയി മന്ത്രിയല്ലേ വിളിക്കുന്നത്, MLAയും മന്ത്രിയും. മുട്ടി വിളിച്ചു. വീട്ടിലെ കാർന്നൊരു കഥ തുറന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ വൈകിപ്പോയി, ഇപ്പോഴാണ് എത്താൻ പറ്റിയത്, കല്യാണ ചടങ്ങ് വരാൻ പറ്റിയില്ല. അതൊന്നും കുഴപ്പമില്ല സാറേ, അത് കുഴപ്പമില്ല, അവര് കിടന്നു,
അവർ മുകളിലൊക്കെ ഇടുന്നു. അല്ല, അവരെ ഒന്ന് കണ്ട് വിഷ് ചെയ്ത് പോകാനാണ് ഞാൻ വന്നത്. ഇന്നിനിയിപ്പം കുഴപ്പമില്ല. ഔചിത്യമില്ലായ്മ, പാതിരാത്രിക്കും പോയിരിക്കുക, വധുവിനെ മണിയറയിൽ അവർ ആദ്യ രാത്രി ആഘോഷിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ പോകുന്ന കേബാബുവിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം ഇപ്പം തൃപ്പൂണിത്തറക്കാർ കാണിച്ച മണ്ടത്തിലും നിലമ്പൂരുകാർ കാണിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കും.